റോസിലെ മൊട്ടുകൾ നുള്ളിക്കളയുന്നതിനെക്കുറിച്ച് എന്നോട് പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. എങ്ങനെയുള്ള ചെടികൾക്കാണ് മൊട്ടുകൾ നുള്ളിക്കളയേണ്ടത്? വലിയ ചെടികളാണെങ്കിൽ അത് നുള്ളിക്കളയേണ്ടതുണ്ടോ എന്നെല്ലാം. ഇപ്പോൾ ഈ കാണുന്ന ചെടി ഇതൊരു മോൺകൂർ റോസാണ്. ഇതൊരു ഓൺ റൂട്ടഡ് മോൺകൂർ റോസാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഹെൽത്തി അല്ല. അത് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് നാടനും കൂടിയാണ്. അപ്പോൾ ഇതിനകത്തൊരു മൊട്ട് വന്ന് നിൽപ്പുണ്ട്. അത് ഇപ്പോൾ രണ്ടാമത്തെ മൊട്ടാണ് ഞാൻ ഇതിൽ നിന്നും നുള്ളിക്കളയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ആ ചെടിയൊന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ മൊട്ടുകൾ നുള്ളിക്കളയും തോറും ഈ മൊട്ട് ഇപ്പോൾ നുള്ളിക്കളയുന്നില്ല. കാരണം അത് കുറച്ചും കൂടെ പുറത്ത് വരാനുണ്ട്. ഇപ്പോൾ നുള്ളിയാൽ ചിലപ്പോൾ അതിലെ തളിരിലകൾക്കത് ബാധിക്കും. അത് ചിലപ്പോൾ തളിരിലകൾ കൂടി മുറിഞ്ഞു പോയേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ നുള്ളുന്നില്ല. അപ്പോൾ ഈ മൊട്ടുകൾ നുള്ളിക്കളയുമ്പോൾ ഓരോ മൊട്ട് നുള്ളിക്കളയും തോറും ആ ചെടിയിൽ നിന്നും ഓരോരോ തളിർപ്പുകൾ വരും എന്നതാണ്. ഇത് ഐസ് ലവ് റോസുകളാണ്. ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെയിൽ അതായത് പാക്കിങ്ങിൻ്റെ സമയത്ത് ആളില്ലാതെ വരുന്ന ചെടികൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു വളർന്നിട്ടുണ്ട്. ബ്ലാക്ക് റോസ് ഇത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു ഷെയ്ഡഡ് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിലാണ് കിട്ടുന്നത്. പക്ഷേ ഇത് റോസിന് നല്ല ഒരു കണ്ടീഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഫ്ലവറെല്ലാം കറക്റ്റ് കളറിൽ വരുന്നുണ്ട്. ഇതും ഞാൻ ആളില്ലാതെ വന്ന ഒരു ചെടി റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റോസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വേണോ, നിറയെ ബഞ്ചായിട്ട് പൂക്കൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഹല്യ യെല്ലോ റോസ് വെച്ചാൽ മതി. ഇതൊക്കെ എനിക്ക് റോസ് വളർത്തുന്നതിന് ആദ്യമേ തൊട്ടേയുള്ള ചെടികളാണ്. ഞാൻ എപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം വന്നാലും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. പിന്നെ പലരും ഒരു സംശയം ചോദിക്കുന്നതാണ്, ബഡ് റോസുകൾ നടുമ്പോൾ അതിലെ നാട, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇളക്കി കളയണം എന്നുള്ളത്. അതൊക്കെ ചിന്തിക്കേണ്ട സംഗതിയാണോ? അതൊക്കെ അതിനകത്തിരുന്ന് കാലക്രമേണ ഇതിപ്പോൾ ഇത് എൻ്റെ ഒരു 3.5 വർഷമായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസാണ്. ഇപ്പോഴും അതിനകത്ത് ആ നാടയുണ്ട്. അതിങ്ങനെ കുറച്ച് മാത്രം ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അതിൽ നിന്ന് തന്നെ ദ്രവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ല. മണ്ണിനടിയിലേക്ക് അത് പോകാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസ് ഏകദേശം ഒരു 3.5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അത്ര വലിയ കെയറിങ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തളിർത്ത് മൊട്ടുകളായി വരും, അത് വിരിയും. വലിയ കെയറിങ് ഒന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. നന്നായിട്ടൊക്കെ കെയർ ചെയ്താൽ ഒരു പക്ഷേ ഇതിനേക്കാളും നല്ല രീതിയിൽ നിന്നേക്കാം. ഇതിപ്പോൾ പെസ്റ്റിൻ്റെ അറ്റാക്ക് കൊണ്ട് ഈ മൊട്ടുകളൊന്നും അത്ര നന്നായിട്ട് വിരിയില്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കുറച്ച് കെയറിങ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് വന്നേക്കാം. ഇനിയുള്ളത് മറ്റ് ഒരു റോസ് കൂടെയുണ്ട്. ഇതൊരു പഴയ റോസാണ്. ഇടയ്ക്കിടെ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് പോകാറുള്ളത്. ഇതും നമുക്ക് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ പൂക്കൾ തരാനൊരു റോസ് വേണം എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുന്ന ഒരെണ്ണമാണിത്. ഇത് നമ്മുടെ പീച്ച് റോസാണ്. ഇതിൻ്റെയും നാട ഇപ്പോഴും അത് ഇളകി പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഇത് സ്വയമേ ഇളകി പോകുന്ന ഒരു സംഭവമാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. ഇതിനകത്തും ഇപ്പോഴും മുട്ടുകളുണ്ട്. പക്ഷേ പെസ്റ്റ് അറ്റാക്ക് ഉണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. അത്ര വലിയൊരു കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ബഡ് റോസുകളാണ് ഇവരെല്ലാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഇതിനേക്കാളും നന്നായിട്ടിരിക്കും. വർഷങ്ങളുടെ പഴക്കമുള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണവും ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടല്ലോ ആയുസ്. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ചെടികൾക്കും ഉണ്ട്.